സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെമി കണ്ടക്ടേഴ്സ്, പി എൻ ജംഗ്ഷൻ ഡയോഡ്, സം സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് അതേ ചാപ്റ്ററിൽ തന്നെ ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഓർ സിംപ്ലി ട്രാൻസിസ്റ്റർ. എന്താണ് ട്രാൻസിസ്റ്റർ? ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓൾറെഡി നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് പഠിച്ചു. അവിടെ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുമ്പോൾ അത് 2 ടെർമിനൽ ഡിവൈസ് ആയിരുന്നു. എന്നാൽ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 3 ടെർമിനൽ ഡിവൈസസ് ആണ്. ആക്ച്വലി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പി എൻ ജംഗ്ഷൻ ഡയോഡുകളായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2 പി എൻ ജംഗ്ഷൻ ഡയോഡുകൾ കൂടി ചേർന്നതാണ് ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ദാറ്റ്സ് എ 3 ടെർമിനൽ ഡിവൈസ്. അതെങ്ങനെ ഫോം ചെയ്യും, എന്തൊക്കെയാണ് ആ ടെർമിനൽസ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നിന്ന് വ്യത്യാസമുള്ളത് 3 ടെർമിനലുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റേഴ്സിനെ നമ്മൾ ബേസിക്കലി 2 ആയിട്ട് തരംതിരിക്കാറുണ്ട്. എൻ പി എൻ ട്രാൻസിസ്റ്റർ ആൻഡ് പി എൻ പി ട്രാൻസിസ്റ്റർ. എൻ പി എൻ ട്രാൻസിസ്റ്ററും പി എൻ പി ട്രാൻസിസ്റ്ററും. എൻ മീൻസ് നമുക്ക് അറിയാലോ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്, പി ടൈപ്പ് ആണ്. അങ്ങനെയുള്ള അതിനനുസരിച്ചാണ് നമ്മൾ അതിനെ നെയിം ചെയ്തിരിക്കുന്നത്. എൻ പി എൻ ആൻഡ് പി എൻ പി ട്രാൻസിസ്റ്റർ 2 തരത്തിലാണ്. അപ്പൊ അതിന് ആദ്യം നമുക്ക് എൻ പി എൻ ട്രാൻസിസ്റ്റർ എന്താണ് എന്നുള്ളത് നമുക്ക് പറയാം. അതായത് 2 സെഗ്മെന്റ്സ് ഓഫ് എൻ സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. അതിന്റെ ഇടയിൽ അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ഇരിക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ഇതുപോലെ ഒരു എൻ റീജിയൻ, മറ്റൊരു എൻ റീജിയൻ, അതിന്റെ ഇടയിൽ ഒരു പി റീജിയൻ ഇരിക്കുന്നു. അപ്പൊ ഇതില് എൻ റീജിയന്റെ ഭാഗത്ത്, ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതിനെ പറയാ എമിറ്റർ എന്നാണ് പറയുന്നത്. ഈ ഒരു സെൻട്രൽ റീജിയനെ നമ്മൾ പറയുന്നത് ബേസ് റീജിയൻ എന്ന് പറയും. ആൻഡ് ലാസ്റ്റ് റീജിയൻ കളക്ടർ റീജിയൻ എന്ന് പറയും. അപ്പൊ ഇതിന്റെ എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്തതിൽ പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എൻ പി എൻ ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ ആണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. അവിടെ നോക്കിയേ, എമിറ്റർ ലൈനിൽ നിന്ന് ഒരു ആരോ മാർക്ക് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ ഒരു സർക്കുലർ ഷേപ്പ് ആണ്, ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളില് നമ്മൾ ഇത് ബേസ് എന്ന് പറയുന്നു. ദെൻ ഇങ്ങനെ 2 ലൈൻസ് നമ്മൾ വരയ്ക്കുന്നു. അതില് ഈ ലൈന് കളക്ടർ ലൈനാണ്, ഇത് എമിറ്റർ ആണ്. എമിറ്ററിന്റെ പ്രത്യേകത ഇവിടെ ഒരു ആരോ മാർക്ക് പുറത്തേക്ക്, ആ പുറത്തേക്ക് ഉണ്ടെങ്കിൽ അത് എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ബേസ്, എമിറ്റർ ആൻഡ് കളക്ടർ. ഓക്കെ, ദെൻ പി എൻ പി ആണെങ്കിൽ 2 പി സെഗ്മെന്റ്സിനിടയിൽ ഒരു ദാറ്റ് സെപ്പറേറ്റഡ് ബൈ എ എൻ സെഗ്മെന്റ്, അതാണ് പി എൻ പി ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പി എൻ ആൻഡ് പി. ഓക്കെ, അപ്പൊ ഇത് എമിറ്റർ, ബേസ്, കളക്ടർ. ഇതിന്റെ സിമ്പലിന്റെ പ്രത്യേകത നോക്കിയേ, ഇവിടെ ഈ ആരോ മാർക്ക് എങ്ങോട്ടാണ്? എമിറ്ററിൽ നിന്നുള്ള ആരോ മാർക്ക് എങ്ങോട്ടാണ്? ഉള്ളിലേക്കാണ്. അപ്പൊ നമ്മൾ വായിക്കുക, എമിറ്റർ മുതലാണ് വായിക്കുന്നത്, എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പൊ ആ ആരോ മാർക്കാണ് എന്ത്? പി എൻ പി എൻ പി എൻ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു സിമ്പല് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, 2 സിമ്പൽസ്, എം പി എൻ ആൻഡ് പി എൻ പി ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ. അപ്പൊ ഇതിൽ 3 സെഗ്മെന്റ്സുകൾ നമ്മൾ പറഞ്ഞല്ലോ, എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. ഇത് എന്താണ്? അപ്പോ ഫസ്റ്റ് സൈഡിലുള്ള ഇതിനെയാണ് നമ്മൾ എമിറ്റർ എന്ന് വിളിച്ചത്. അപ്പോ അതിന് പ്രത്യേകത എന്താണ്? അത് മോഡറേറ്റ് സൈസ് ആണ്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്. അതുപോലെ അതിന്റെ ഡോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഫിനിറ്റി ആഡ് ചെയ്യുന്നതിന് ഡോപ്പിംഗ് പറയുന്നു. അതിന്റെ ഡോപ്പിംഗ് എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആണ്. ഹെവിലി ഡോപ്ഡ് ആണ്. അപ്പൊ എമിറ്റർ റീജിയൻ എന്ന് പറയുന്നത് മോഡറേറ്റ് ഇൻ സൈസ് ആണ്, ഹെവിലി ഡോപ്ഡ് ആണ്. സോ ദാറ്റ് സപ്ലൈസ് huge number of majority carriers for the current flow through the transistors. Okay, appo moderate size and heavily doped region aanu idu emitter region. Then base region, it is the center region aanu. It is very thin and lightly doped. വളരെ thin ആണ്, lightly doped ആണ്. വളരെ ലൈറ്റ് ആയിട്ടാണ് ഡോപ്പിംഗ് വളരെ ലൈറ്റ് ആണ്. Then അടുത്ത കളക്ടർ നോക്കി. കളക്ടർ എന്ന് പറയുന്നത് അത് എന്താണ്? ദാറ്റ് കളക്ട്സ് ദ മെജോറിറ്റി കാരിയർസ്. അവിടുന്ന് എമിറ്റർ അത് കൊടുക്കുന്നു, അതിനെ കളക്ട് ചെയ്യുന്നത് ആരാണ്? കളക്ടർ ആണ്.
and that supplies into the emitter. എന്താണ് the portion of the majority carrier supplied by the emitter. emitter സപ്ലൈ ചെയ്യുന്നതിനെ കളക്ട് ചെയ്യുന്ന ആളാണ് കളക്ടർ എന്ന് പറയുന്നത്. ഇവിടെ അതിന്റെ ഡോപ്പിംഗ് എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ് ആൻഡ് ലാർജ് ഇൻ സൈസ് ആണ്. സൈസ് ലാർജ് ആണ്. അതാണ് കളക്ടറിന്റെ പ്രത്യേകത. അപ്പൊ നോക്കി മൂന്ന് കാര്യങ്ങൾ നോക്കി. എമിറ്റർ എന്ന് പറയുന്നത് എന്താണ്? മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. അതുപോലെ തന്നെ അതിന്റെ മോഡറേറ്റ് സൈസ് ആണ്, ഹെവിലി ഡോപ്ഡ് ആണ്. മോഡറേറ്റ് സൈസ് ആൻഡ് ഹെവിലി ഡോപ്ഡ് ആണ്. ബേസ് ആണെങ്കിൽ സ്ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, വെരി തിൻ ആണ്. അടുത്ത കളക്ടർ ആണെങ്കിലോ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്, ഹൈ സൈസ് ആണ്, ലാർജ് സൈസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്ന് റീജിയൻസ്. അതിൽ എമിറ്റർ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇലക്ട്രോൺ മെജോറിറ്റി കാരിയേഴ്സിന് സപ്ലൈ ചെയ്യുന്നു. അതിനെ കളക്ട് ചെയ്യുന്നത് ആരാണ്? കളക്ടർ ആണ്. ഓക്കെ, ദെൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ആംപ്ലിഫയേഴ്സ് ഒക്കെ, ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താ, സൗണ്ട് ഒക്കെ മോഡുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോ ആ ഒരു കേസിൽ നമ്മൾ സാധാരണ ആംപ്ലിഫയേഴ്സ് ചെയ്യുന്നത് എല്ലായ്പ്പോഴും എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയാസിലും അതുപോലെ ബേസ് കളക്ടർ റീജിയനെ നമ്മൾ എപ്പോഴും റിവേഴ്സ് ബയാസിലുമാണ് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മളൊരു അതിന്റെ ബയാസിംഗ് കണക്ഷൻ ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. നോക്കിയ ഇതില് നമ്മള് ഒരു PNP ട്രാൻസിസ്റ്റർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോ PNP ട്രാൻസിസ്റ്ററിൽ പോസിറ്റീവ് ഇസ് കണക്റ്റഡ് ടു P ആൻഡ് നെഗറ്റീവ് ഇസ് കണക്റ്റഡ് ടു N. ആൻഡ് ഇത് എന്താണ്? എമിറ്റർ ബേസ് റീജിയൻ ആണ്. സോ ദാറ്റ് ഇസ് ഇൻ ദ ഫോർവേഡ് ബയാസ്. ദെൻ ഇവിടെയോ positive is connected to N region and the negative is connected to P region. So that is in reverse bias. Then ഇതില് ഇവിടെ ഉണ്ടാകുന്നതിന് in between ഏതാണ്? എമിറ്ററിന്റെ ബേസിന് ഇടയിൽ ഉണ്ടാകുന്ന കറന്റ് നമ്മൾ VEB എന്നും അതുപോലെ തന്നെ എമിറ്റർ കളക്ടറിനും ബേസിനിടയിൽ ഉണ്ടാകുന്നതിനെ VCB എന്നും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കൊടുക്കുന്നതിനെ VEE എമിറ്ററിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് VEE എന്നും കളക്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നതിനെ VCC എന്നുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഏതാണ്? ഒരു PNP ട്രാൻസിസ്റ്ററിന്റെ ബയാസിംഗ് ആണ് നമ്മൾ കാണിച്ചത്. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബയാസിംഗ് എന്ന് പറയുന്നത്. ഇതിൽ IE എന്ന് പറയുന്നത് എമിറ്റർ കറന്റ് ആണ്, IB എന്ന് പറയുന്നത് ബേസ് കറന്റ് ആണ്, IC എന്ന് പറയുന്നത് കളക്ടർ കറന്റ് ആണ്. Here always IE is equal to base current plus collector current. This IE is equal to IB plus IC ആയിരിക്കും എല്ലായ്പ്പോഴും. ഇനി അതേപോലെ തന്നെ അടുത്തത് NPN ട്രാൻസിസ്റ്ററിന്റെ ബയാസിംഗ് ആണ് കാണിച്ചത്. ഓക്കെ, N region is connected to negative and P region is connected to positive. അപ്പോൾ ഇവിടെ forward bias, ഇവിടെയോ റിവേഴ്സ് ബയാസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് രണ്ട് കണക്ഷൻസ് വരുന്നത്. ബയാസിംഗ് ആണ് പറയുന്നത്. അപ്പൊ ഇനി അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത്. VCC and VEE എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ബയാസിംഗ് ആണ്. ആൻഡ് ബയാസ്ഡ് ട്രാൻസിസ്റ്റർ ഈസ് സെഡ് ടു ബി ആക്റ്റീവ് സ്റ്റേറ്റ്. അതിന് ബയാസ് ചെയ്ത ട്രാൻസിസ്റ്റർ എപ്പോഴും ആക്റ്റീവ് സ്റ്റേറ്റിലാണെന്ന് പറയുന്നത്. VCB എന്ന് പറയുന്നത് കളക്ടർ ബേസ് വോൾട്ടേജ് ആണ്. VEB ബേസ് എമിറ്റർ വോൾട്ടേജ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബേസ് ഈസ് കോമൺ ടെർമിനലാണ്. ഇവിടെ ബേസ് കോമൺ ആക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കോമൺ ബേസ് കണക്ഷൻ എന്ന് പറയാം. കോമൺ ടെർമിനൽ ഫോർ ടു പവർ സപ്ലൈസ് whose other terminals are connected to emitter and collector respectively. അടുത്ത പോയിന്റ്, heavily doped emitter has a high concentration of majority carriers which will be holes in PNP and electrons in NPN. നമുക്ക് അറിയുന്ന കാര്യമാണ്. The majority carriers enter the base region in large numbers. The base is lightly doped, therefore it has a few majority carriers. Lightly doped ആണ്, അതുകൊണ്ട് അവിടെ കുറച്ച് മെജോറിറ്റി കാരിയേഴ്സ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. In PNP the base has majority carriers as electron. ബേസിൽ അവിടെ ഉള്ളത് ഇലക്ട്രോൺസ് ആണ്. And large number of holes entering in base from the emitter saps the small number of electrons there. ആ ഇലക്ട്രോൺസ് അവിടെ ഉള്ളത് കൊണ്ട് വീണ്ടും അതൊന്നും കൂടി എന്ത് ചെയ്യണം? സ്മോൾ നമ്പർ ആവുകയാണ്. കാരണം ഹോൾസ് ആണ് എൻറ്റർ ചെയ്യുന്നത്. Since the base collector region is reverse bias, the holes which appears as a majority carriers at the junction can easily cross the junction and enter the collector. കാരണം അവിടെ എന്താണ്? റിവേഴ്സ് ബയാസ് ആണ് ഇത് കളക്ടർ റീജിയൻ.
അതുകൊണ്ട് ഈസിലി എന്ത് ചെയ്യാൻ സാധിക്കും, ആ ബാരിയർ ക്രോസ് ചെയ്യാൻ സാധിക്കും. സോ ബേസ് ഈസ് മെയ്ഡ് തിൻ സോ ദാറ്റ് ദ ഹോൾസ് ക്രോസസ് ദ ജംഗ്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് മൂവിംഗ് ദ ബേസ് ടെർമിനൽ. ബേസ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, ആ ജംഗ്ഷൻ ക്രോസ് ചെയ്യും. സോ അതുകൊണ്ട് അവിടെ ഒരു ഹോൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ദാറ്റ് ഈസ് IH എന്ന് പറയാം. ഇലക്ട്രോൺ കറണ്ട് ഉണ്ടാവും, ഹോൾ കൊണ്ടും ഇലക്ട്രോൺ കൊണ്ട് കറണ്ട് ഉണ്ടാവും, ദാറ്റ് ഈസ് IE എന്ന് പറയാം. ഇത് രണ്ടും എന്തിന്റെ എന്താണ്, എന്തിന് തുല്യമാണ്, എമിറ്റർ കറണ്ടിന് സമമായിരിക്കും. എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു ഹോൾ കറണ്ട് പ്ലസ് ഇലക്ട്രോൺ. അപ്പൊ അത് രണ്ട് കേസിലും വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഒന്ന് PNP ആണെങ്കിലും NPN ആണെങ്കിലും ഈ കോമ്പിനേഷൻ ഒക്കെ ഓക്കെയാണ്, പക്ഷെ അവിടെ മെജോറിറ്റി ക്യാരിയേഴ്സും മൈനോറിറ്റി ക്യാരിയേഴ്സിനും എന്തുണ്ട്, വ്യത്യാസം ഉണ്ട്. സോ അങ്ങനെയാണ് ബേസ് കറണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും സമ്മിനേക്കാൾ ലെസ് ആയിരിക്കും. ആൻഡ് കാരണം എന്താ, അതിലെ ആ ബേസിലൂടെ വരുന്നതിന്റെ ഒരു പാർട്ട് എങ്ങോട്ട് പോയി, ഗോസ് ഇൻ ടു കണക്ടർ. ഞാൻ ഓൾറെഡി പറഞ്ഞു അവിടെ IE is equal to IB plus IC ആണെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഇവിടെ ഒന്നും കൂടി പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്, ഒരു പാർട്ട് കളക്ടർ, ആ ഒരു കറണ്ട് എങ്ങോട്ട് പോയി, കളക്ടറിലേക്ക് പോയി. സോ അതുകൊണ്ട് ടോട്ടൽ എന്ന് പറയുന്നത് IE is equal to IC plus IB ആണ് എന്നുള്ളതാണ് പറയുന്നത്. The direction of motion of electrons is opposite to current. കറന്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്നത്, ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. However, the direction of motion of holes എന്ന് പറയുന്നത് is identical with the direction of conventional current. കറന്റ് അതേ ഡയറക്ഷനിലാണ് ഇത് ഹോൾസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. In active state, the transistor, the emitter base junction act as a low resistance. Emitter base junction അവിടെ low resistance ആണ്, while the base collector act as high resistance. Base collectorലെ high resistance ആണ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു കോമൺ ആയിട്ട് അവിടെ എന്തിനാ വെച്ചത്, ബേസിന് വെച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 രീതിയിലുള്ള കോൺഫിഗറേഷൻസ് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ബേസ് ആണ് അവിടെ പറഞ്ഞത്. അതായത് 3 രീതിയിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, അവിടെ എമിറ്റർ ഈസ് കോമൺ. Another one, common base configuration, already നമ്മൾ ഡിസ്കസ് ചെയ്തത്, അവിടെ ബേസ് ഈസ് കോമൺ. ആൻഡ് തേർഡ് വൺ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് CE കോൺഫിഗറേഷൻ ആണ്. അതായത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് നമ്മൾ സാധാരണ യൂഷ്വലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത് ഒരു NPN ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ വേണ്ടി, CE കോൺഫിഗറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സർക്യൂട്ടിൽ എന്തൊക്കെയുള്ളത് നോക്കാം. നമ്മൾ ആദ്യം ട്രാൻസിസ്റ്റർ ആണ് അല്ലെ, നമ്മുടെ ട്രാൻസിസ്റ്റർ ആണ്, എമിറ്റർ, ബേസ്, കളക്ടർ. എമിറ്റർ ആണ് നമ്മളിവിടെ കോമൺ ആക്കി വെച്ചിട്ടുള്ളത്. ഇത് നോക്കുക, നമ്മൾ ബേസിൽ നമ്മൾ ഇവിടെ ഒരു മൈക്രോ അമീറ്റർ വെച്ചിട്ടുണ്ട്. അതെന്തിനാ, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന കറണ്ട്. ദെൻ ഇവിടെ ഒരു VBE എന്ന് പറഞ്ഞാൽ ഒരു സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു സപ്ലൈ കൊടുക്കുന്നത് അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വോൾട്ട് മീറ്റർ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ VBE. then that's given through a resistance. അപ്പൊ ഇവിടെ എന്ത് ബയാസാണ്, ഫോർവേഡ് ബയാസാണ്. ഇത് നമുക്ക് വാരി ചെയ്യിക്കാൻ പറ്റുന്നതാണ്. NPN ആണ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ ബേസ്, ഇവിടെ എന്താ പറയുക, ബേസിലേക്ക് പോസിറ്റീവ്. അപ്പൊ അത് ഫോർവേഡ് ബയാസ് ആണ്. ദെൻ അടുത്ത ഭാഗത്ത് നോക്കി, ഇവിടെ ഒരു മില്ലി അമീറ്ററും ഒരു വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്, അത് വാരി ചെയ്യിക്കാൻ പറ്റും. നമുക്ക് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഇവിടെ പറയാൻ പറ്റും. അപ്പൊ അത് പറയാനാണ് നമ്മൾ ഈ ഒരു കോൺഫിഗറേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻപുട്ടിലെ കറണ്ട് ആണ് എന്ത്, IB, അതുപോലെ തന്നെ ഔട്ട്പുട്ടിലെ കറണ്ട് ആണ് IC. ഇൻപുട്ടിലെ നമ്മൾ പറയുന്ന പൊട്ടൻഷ്യൽ ആണ് VBE, അവിടുത്തെ എന്ത്, ഔട്ട്പുട്ടിലുള്ളതാണ് VCE. അപ്പൊ വാരിയേഷൻ ഓഫ് ബേസ് കറന്റ് IB വിത്ത് ദ ബേസ് എമിറ്റർ വോൾട്ടേജ് VBE ഈസ് കാൾഡ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് എന്താണ്, ഈ VBEക്ക് അനുസരിച്ച് IBയിൽ ഉണ്ടാകുന്ന വാരിയേഷൻ നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും, VCEക്ക് അനുസരിച്ച് ICയിൽ ഉണ്ടാകുന്ന ചേഞ്ചിന് നമ്മൾ എന്ത് വിളിക്കും, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും വിളിക്കും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കുന്നത്, നമ്മളിത് വാരി ചെയ്യിക്കാൻ പറ്റുന്നതാണ്. ആദ്യം നമ്മൾ ഫസ്റ്റ് കേസിൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ വേണ്ടിയിട്ട് ആദ്യം ഔട്ട്പുട്ടിൽ നമ്മൾ VCE സെറ്റ് ചെയ്തിട്ട് ഒരു 10 വോൾട്ട് എന്നുള്ളത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ അവിടെ ആ ഒരു വാരിയേഷൻ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യാൻ നമുക്ക് എന്താണ്, ഇൻപുട്ടിലെ VBE ചേഞ്ച് ചെയ്തിട്ട് 0.2, 0.4, 0.6 ഇങ്ങനെ ഞാൻ വാല്യൂസ് വാരി ചെയ്യാം.
അപ്പൊ അതിൽ ഒരു പെർട്ടിക്കുലർ റേഞ്ച് വരെ 0.6 വരെ അത് 0 ആയിരിക്കും കറണ്ട് ഷോ ചെയ്യുന്നത്. അതിന് ശേഷമാണ് എന്ത് വരുന്നത്, റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എങ്ങനെയാണ്, ഒരു ജസ്റ്റ് ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നതിന് ഒരു സഡൻ ഇൻക്രീസ് നമുക്ക് അവിടെ കറണ്ടില് കാണാൻ സാധിക്കും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ 0.6 ശേഷമാണ് ഒരു വേരിയേഷൻ സംഭവിച്ചത്? അതെന്താണ്, നമ്മള് ഡയോഡിന്റെ ബാരിയർ പൊട്ടൻഷ്യലാണ്. ആ പൊട്ടൻഷ്യൽ ക്രോസ് ചെയ്താലേ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. അതാണ് അവിടെ ആ 0.6 ശേഷം നമുക്കൊരു സഡൻ ഇൻക്രീസ്. അപ്പൊ ഇതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ നമ്മൾ ഇൻപുട്ടില് അവിടെ കറന്റിന് 10 മില്ലി ആംപിയർ 20 മില്ലി ആംപിയർ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്തതിനു ശേഷം ഔട്ട്പുട്ട് നമ്മൾ ആ ഒരു വോൾട്ട് മീറ്റർ ചേഞ്ച് ചെയ്തിട്ട്, അതായത് വോൾട്ട് മീറ്റർ മീൻസ് നമ്മൾ ആ ഒരു പൊട്ടൻഷ്യൽ കൊടുത്ത പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യും. പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു കുറഞ്ഞ വാല്യൂല് നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോഴേ തന്നെ ആ ഒരു കറന്റ് ഒരു കോൺസ്റ്റന്റ് നമുക്ക് എന്ത് കാണാൻ സാധിക്കും, അവിടെ ഒരു ജസ്റ്റ് ചേഞ്ചിൽ തന്നെ ഒരു കോൺസ്റ്റൻസി കാണാൻ സാധിക്കും. കളക്ടർ കറണ്ട് എല്ലായ്പ്പോഴും അവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കാണാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഈ വോൾട്ടേജ് ഇങ്ങനെ നീക്കി എത്ര നീക്കി കഴിഞ്ഞാലും ഒരു പെർട്ടിക്കുലർ റേഞ്ചോട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സഡൻലി തന്നെ കാണാം അവിടെ കറണ്ട് എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്നുള്ളതും മറ്റൊന്ന് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്നുള്ളത്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് നമുക്ക് അറിയാലോ വോൾട്ടേജ് ബൈ കറണ്ട് ആണല്ലോ. അപ്പൊ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. ഏതാണ്, ഇതെന്നാണ്. നമ്മൾ ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ജസ്റ്റ് ഇതിന്റെ ഒരു സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ കറണ്ട് കിട്ടും. ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ എടുക്കാം, ഇങ്ങനെയൊക്കെ എടുത്താൽ നമുക്ക് ആ ഒരു വാല്യൂ ഇവിടെ കിട്ടും. അതേപോലെ ഇതിന്റെ അത് എടുത്തു കഴിഞ്ഞാൽ, സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VBE ആണ്. VBE ബൈ IP ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് കിട്ടും അറ്റ് കോൺസ്റ്റന്റ് VC. ഓക്കെ, അതേപോലെ തന്നെ ഔട്ട്പുട്ട് കേസിലോ VCE ബൈ IC, ആ ഒരു ചേഞ്ച് ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ആണ്. അറ്റ് കോൺസ്റ്റന്റ് IP ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കിട്ടി. ദെൻ മറ്റൊരു ടേം നമ്മളിവിടെ പുതിയതായിട്ട് പഠിക്കുന്നത് കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. കോമൺ എമിറ്ററിലെ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ബീറ്റ. ആ ബീറ്റ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇപ്പോൾ ഇതിന് രണ്ടും സോൾവ് ചെയ്ത് നമുക്കത് കിട്ടും. ബീറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ IC ബൈ IP, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, the ratio of output to the input, output current to the input current is called the current amplification factor. It is denoted as beta for the common emitter configuration. Okay, അപ്പോൾ നമുക്ക് കോമൺ എമിറ്റർ ആണ് കാര്യമായിട്ട് പഠിക്കാറുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ അത്ര വൈഡ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. എന്നാൽ കോമൺ ബേസ് കളക്ടറിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യും. കോമൺ കളക്ടർ അങ്ങനെ തീരെ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ഒന്നാണ്. ഓക്കെ, ദെൻ ഈ ട്രാൻസിസ്റ്ററിന്റെ CE പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്ക് ട്രാൻസിസ്റ്റർ ആസ് എ ഡിവൈസ്, രണ്ട് ഡിവൈസസ് ആണ് നമുക്ക് പഠിക്കാറുള്ളത്. ഒന്ന് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് ആൻഡ് ട്രാൻസിസ്റ്റർ ആസ് എ ആംപ്ലിഫയർ എന്നുള്ളതാണ് നമുക്ക് പഠിക്കാറുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പം വരച്ചത്, നേരത്തെ ആദ്യം നമ്മൾ അവിടെ വരച്ചതൊന്ന് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ വേണ്ടിയിട്ട്, അതില് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയാൽ അതൊരു സ്വിച്ച് ആകും, അതുപോലെ തന്നെ അത് ആംപ്ലിഫയർ മാറും. ബേസിക്കലി അതിന്റെ രണ്ടിന്റെയും സർക്യൂട്ടുകളൊക്കെ ഒരേപോലെ തന്നെ ആണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കി ഇവിടെ നമ്മളവിടെ ആ ഒരു കൊടുത്തിരിക്കുന്ന സപ്ലൈ മാറ്റിയിട്ട് ഒരു ഇൻപുട്ട് ആക്കിയാണ്, ഒരു ഇൻപുട്ട് സിഗ്നൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യും. ഇത് സ്വിച്ച് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ആ ഇൻപുട്ട് വോൾട്ടേജിന് പകരം നമ്മൾ അവിടെ ഒരു വോൾട്ട് മീറ്റർ ആണ് കൊടുക്കുന്നത്. ഔട്ട്പുട്ടിൽ നമ്മളൊരു വോൾട്ട് മീറ്റർ കൊടുത്തു. ദെൻ അവിടെ കറണ്ട് ഒന്നും നമ്മൾ മെഷർ ചെയ്യുന്നില്ല, ഒരു വാല്യൂ നേരത്തെ കൊടുത്ത അതേ കണക്ഷൻ തന്നെയാണ്. ഇതൊന്നും പുറത്തേക്ക് മാറ്റി കൊടുത്തു. അതിലധികമായിട്ട് നമ്മൾ ഇവിടെ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ VI എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് കറണ്ട് ആണ്, VO എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മളൊരു വാരിയേഷൻ നമ്മൾ ഔട്ട്പുട്ടിൽ ആദ്യം എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇത് ഇൻപുട്ട് വാരി ചെയ്യിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ഗ്രാഫാണ് പറഞ്ഞത്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഗ്രാഫാണ്. ഇൻപുട്ടിൽ വോൾട്ടേജ് അനുസരിച്ച് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വാരിയേഷൻ. അപ്പൊ നോക്കി, ഫസ്റ്റ് ഇവിടെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ ഹൈ ആണ്, നമ്മൾ ഔട്ട്പുട്ടിൽ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വാരി ചെയ്യിക്കുന്നതിനനുസരിച്ച്, ഇത് കൂട്ടുന്ന ഇൻപുട്ട് കൂട്ടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ അത് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ്
അപ്പൊ അങ്ങനെ ഒരു പെർട്ടിക്കുലർ റേഞ്ച് എത്തുന്ന സമയത്ത് സഡൻലി ഒരു എന്ത് ചെയ്താം, ഒരു ഡിക്രീസ് ചെയ്യും. ഈ റീജിയനെ നമ്മൾ പറയാ ആക്റ്റീവ് റീജിയൻ എന്നാ പറയാം. ആ ഒരു ചേഞ്ച് വന്ന് തുടങ്ങുന്നത് വരെ അതിനെ നമ്മൾ വിളിക്കുക കട്ട് ഓഫ് റീജിയൻ. ആഫ്റ്റർ ദാറ്റ് ആ ഒരു ഇതിന് ശേഷം പിന്നെ ആ കറണ്ട് നമ്മളിത് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സീറോയുടെ അടുത്ത രീതിയിൽ ഒരു എന്താണ് ഒരു ചേഞ്ച് ആണെന്ന് കാണിക്കുക. അതിനെ നമ്മൾ എന്ത് പറയും, സാച്ചുറേഷൻ റീജിയൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഈ കട്ട് ഓഫ് റീജിയന്റെയും സാച്ചുറേഷൻ റീജിയന്റെയും ഇടയിലാണ് ഒരു സ്വിച്ച് പ്രവർത്തിക്കുന്നത്. അതെന്ത് ചെയ്യില്ല, ആക്റ്റീവ് റീജിയനിലേക്ക് വരുന്നില്ല. എന്നാൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഈ ഒരു ആക്റ്റീവ് റീജിയനിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫിഗറിൽ ചെറിയൊരു ചേഞ്ച് ചെയ്താൽ അതെന്തായി, ആംപ്ലിഫയർ ആണ്. ഇപ്പൊ ഇത് സ്വിച്ചിന്റെ ഫിഗർ ആണ്. അപ്പൊ ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ നോക്കിയേ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നോക്കാം. When the transistor is used in cut off or saturation region, നമ്മളവിടെ സാച്ചുറേഷൻ റീജിയന്റെയും അതുപോലെ തന്നെ കട്ട് ഓഫ് റീജിയന്റെയും ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ആക്ട് ആസ് എ സ്വിച്ച്. നമ്മളവിടെ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ലൂപ്പ് എടുത്തിട്ട് അതിൽ കിർച്ചോഫ് റൂൾ അപ്ലൈ ചെയ്യണം. ഈ VBB എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ലൂപ്പാണ് എടുക്കുന്നത്. എന്തിനൊക്കെ തുല്യമാണ്, എന്തൊക്കെ അവിടെ ഉണ്ടാവും നോക്കി, ഇതിലൂടെ റെസിസ്റ്റൻസ് അപ്പൊ IB × RB പ്ലസ് പിന്നെ വേറെ ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള കറണ്ട് ആണല്ലോ, പൊട്ടൻഷ്യൽ ആണല്ലോ. ഏതൊക്കെയാണ്, ഇയും പിയും ആണ്. അപ്പൊ VEB ആണ്. സോ VBB is equal to IB RB plus VBB. അപ്പൊ ഇതിൽ അതിനൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഔട്ട്പുട്ടിൽ നമ്മൾ VCC equal to പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. ICRC plus VCE ആണ് കിട്ടുന്നത്. അന്ന് VCE is equal to VCC minus ICRC കിട്ടും. ഇതില് VBB ഇൻപുട്ട് ആണ് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് എഴുതി, VCE എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആണ് എഴുതി. അപ്പൊ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു IB RB പ്ലസ് VBE. ഇപ്പൊ പറയുന്നത് മനസ്സിലാവുന്നത് വിചാരിക്കും. നമ്മൾ ഈ ലൂപ്പാണ് കൺസിഡർ ചെയ്തത്. ഈ ലൂപ്പിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ലൂപ്പിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ VBB ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു IB RB പ്ലസ് VBE ആണ്, അറിയാലോ. അതേപോലെ തന്നെ ഔട്ട്പുട്ടിലെ ഇത് എന്ന് പറയുന്നത് VCE പ്ലസ് ICRC ആണ്, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതില് VBE എന്ന് പറയുന്നത് ഇൻപുട്ടും ഇത് ഔട്ട്പുട്ടുമാണ്. ഇതും നമുക്കറിയാം. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യും. ഓക്കെ, VI is equal to എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്. ആൻഡ് VO is equal to VCC minus ICRC എന്ന് കിട്ടും. ഇത് നോക്കി, when VI is less than 0.6 the transistor is in cut off. നമ്മൾ അവിടെ കാണിച്ച ഗ്രാഫിനനുസരിച്ച് അത് എന്തുകൊണ്ടാണ് അവിടെ ആ 0.6 വരെ എത്തുന്നതിന് ശേഷമേ അത് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ, അവിടെ നമ്മൾ ആ ഒരു കൊടുത്തിരിക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് PN ജംഗ്ഷൻ ആണ്. ആ PN ജംഗ്ഷനിൽ നമുക്കറിയാം അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.6-ന് എബോവ് ആണ്. അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ therefore IC equal to 0. അതുവരെ കട്ട് ഓഫ് ആണ്. അതുകൊണ്ട് IC എന്ന് പറയുന്നത് 0 ആണ്. സോ VO is equal to VCC നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ തന്നെയാണ്. ദെൻ ഇതിനേക്കാൾ ഗ്രേറ്റർ ആവുകയാണെങ്കിൽ VO എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. സോ ICRC ഡിക്രീസ് ചെയ്യും. Okay, output decreases. So with the increase in VI, IC increases almost linearly, and as a result VO decreases linearly till becomes less than 1 volt. ഇതാണ് പറഞ്ഞത്. അത് ഇങ്ങോട്ട് വരുന്നില്ല. 0.6 വരെ ഇത് എന്താണ്, കട്ട് ഓഫ് ആണ്. ഗ്രേറ്റർ ദാൻ 0.6 ആണെങ്കിൽ സാച്ചുറേഷനിൽ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അവിടെ എന്താണ്, ഒരു സ്വിച്ചിങ് ആക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. സോ വെൻ VI is low, VO is high, and VI is high and VO is low, then the transistor not conducting is said to be switched off. And when it driven into saturation വരികയാണെങ്കിൽ അതിനെന്ത് പറയും, സ്വിച്ച് ഓൺ എന്ന് പറയും. കട്ട് ഓഫ് റീജിയൻ ആണെങ്കിൽ അത് സ്വിച്ച് ഓഫ് സ്റ്റേറ്റ്, മറ്റത് ഓൺ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. ഇനി ആംപ്ലിഫയർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഫിഗർ നോക്കി, ആദ്യം ഞാൻ ഫിഗർ പറയുന്നത് പോകാം. നോക്കി, അവിടെ നമ്മൾ ഒരു വോൾട്ട്മീറ്റർ കൊടുത്തതിന് പകരം ഇവിടെ ഒരു സിഗ്നൽ ആണ് കൊടുത്തത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അവിടെ നമ്മൾ കൊടുത്തത് ഒരു വോൾട്ട്മീറ്ററിന് പകരം ഇവിടെ ഒരു സിഗ്നൽ ആണ് എന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ നോക്കി, നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻസ് ഒക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അത് ജസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ
വി ഐ ഇസ് ഈക്വൽ ടു ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ. ഇത് നമ്മുടെ ഇൻപുട്ടിന്റെ ഇക്വേഷനാണ്. അതിനെ ഞാൻ ചേഞ്ച് എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ ഡെൽറ്റ വി ഐ എന്ന് പറയാം. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ ജസ്റ്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും. ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമുക്കറിയാലോ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ അവിടെ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ എ ബി എന്ന് പറയുന്നത് ഗെയിൻ ആണ്, അവിടുത്തെ വോൾട്ടേജ് ഗെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ആർ സി ഇൻറ്റു ഡെൽറ്റ ഐ സി ബൈ ആർ പി ഇൻറ്റു ഡെൽറ്റ ഐ ബി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് അതിലൂടെ പാസ് ചെയ്യുന്നത്, ഇതിലൂടെ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്നതാണ്. സോ അത് എന്താണ്, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇൻറ്റു ആർ സി ബൈ ഐ ബി ആണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഓൾറെഡി നേരത്തെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ പഠിച്ചു. ഇത് ഇതിന്റെ ഒരു ചേഞ്ച് നമ്മളിവിടെ എഴുതിയതാണ്. ഇക്വേഷൻ വരെ കിട്ടിയത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ നമ്മൾ ഇതാണ് ഗെയിൻ ആണ് കൺസിഡർ ചെയ്തത്. ദിസ് ഇസ് ദ വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ ആണ്, അതവിടെ അപ്ലൈ ചെയ്തു എന്ന് മാത്രം. സോ അതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതാ റെപ്രസെന്റേഷൻ മാത്രം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇപ്പൊ സി കോൺഫിഗറേഷന്റെ ആംപ്ലിഫയറിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ആംപ്ലിഫയറിൽ നമ്മൾ പറയുന്നത് സെയിം കാര്യമാണ്. ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ ആക്റ്റീവ് റീജിയനാണ്, ആക്റ്റീവ് റീജിയനാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എ ബി കണ്ടതുണ്ടല്ലോ അല്ലെ, അതാണ് നമ്മളവിടെ പറഞ്ഞത് ഗെയിൻ എന്നുള്ള ആക്റ്റീവ് റീജിയനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ഇൻപുട്ട് സിഗ്നൽ വി ഐ സപ്ലൈ ചെയ്തു, ദെൻ അവിടെ ഒരു വി ബി ബി ഒരു ഡി സി സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് എന്താണ്, കളക്ടറിന്റെയും ഗ്രൗണ്ടിന്റെ ഇടയിൽ നമ്മൾ എടുക്കും. അവിടെ കിർച്ചോഫ് റൂൾ അപ്ലൈ ചെയ്യാം. നമുക്ക് സെയിം ഇക്വേഷൻസ് തന്നെയാണ് വരുന്നത്. ഇവിടെ വി ഐ എന്തല്ല, സീറോ അല്ല. സോ therefore VBB എന്ന് പറയുന്നത് ബേസിൽ നമ്മളെ കൊടുത്ത പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ സമമായിരിക്കും, ഈ വി ഐയുടെയും ഇതിന്റെയും കൂടി സമ, രണ്ടിന്റെയും കൂടി സമ വരും. അപ്പൊ അത് രണ്ടും അവിടെ കൺസിഡർ ചെയ്യണം. ഇത് നമ്മൾ ആ ഒരു സീറോ ആയിക്കൊണ്ട് പറയണം. ഇവിടെ വി ഐ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് അവിടെയുണ്ട്, ദെൻ ആർ ബിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ റെസിസ്റ്റൻസ് പ്ലസ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു ചെറിയൊരു കറണ്ട് കൂടി അതിന്റെ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഐ ബിയുടെ കൂടെ ഒരു റെസിസ്റ്റൻസ് കൂടി, അതേതാണ് വി ഐ ആണ്. വി ഐ ഈക്വൽ ടു ഡെൽറ്റ ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഐ ആണ്. ആർ ഐ ഇസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ ടോട്ടൽ വരുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷന്റെ കൂടെ കൂടി ഉണ്ടാകും, ഒരു വി ഐ കൂടി ഉണ്ടാകും. അപ്പോ ഇത് മാത്രം എങ്ങനെ എഴുതാൻ പറ്റില്ല, വി ബി ബി പ്ലസ് ഐ ബി ആർ ബി എഴുതാൻ പറ്റില്ല. എന്തുകൂടി ഉണ്ടാവും, ഇതിലൂടെ എന്തുകൂടി പാസ് ചെയ്യുന്നുണ്ട്, ആ മറ്റൊരു റെസിസ്റ്റൻസ് കൂടി ഇല്ലേ, ഏതാ നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത സിഗ്നൽ. അപ്പൊ സിഗ്നലിലൂടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതേണ്ടി വരും നമുക്ക്, ആർ ബി പ്ലസ് ആർ ഐ. അതാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ആർ ഐ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, അതവിടെ കൊടുത്തു. ഓക്കെ, ആർ ഐ നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് അതുപോലെ കൊടുത്തു. വി ഐ എന്താണെന്നുള്ളത് നമുക്ക് ഇതിന്ന് കിട്ടി. സോ ഇതിനെ നമുക്ക് ഇതിന് രണ്ടിനെയും കൂടി ആർ ബി ഇൻറ്റു പ്ലസ് ആർ ഐ എന്നുള്ളത് നമുക്ക് സ്മോൾ ആർ എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ബീറ്റ എ സി, ബീറ്റ എന്നുള്ളത് നമുക്ക് സ്മോൾ ലെറ്റർ ഐ സി ബൈ ഐ ബി എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് ദ കറണ്ട് ഗെയിൻ ആൻഡ് ഡിനോട്ടഡ് ബൈ A1. ഇത് തന്നെയാണ് ഇവിടുത്തെ കറണ്ട് ഗെയിൻ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ AI. ഇതൊക്കെ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, നമ്മൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അടുത്ത നോക്കി, ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ ഐ സി ടു ഐ ബി കോസസ് എ ചേഞ്ച് ഇൻ പി സി ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ സി. ആർ സിയിലൂടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പൊ വോൾട്ടേജ് ഡ്രോപ്പ് പി സി സി ഫിക്സ് ചെയ്തതാണെങ്കിൽ നമുക്ക് ഇവിടെ ഡെൽറ്റ വി സി സി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് വി സി സി 0 ആണെങ്കിൽ ഡെൽറ്റ വി സി എന്ന് പറയുന്നത് മൈനസ് ഐ ആർ സി ഇൻറ്റു ഡെൽറ്റ ഐ സി ആണ്. ഇതൊക്കെ നമ്മളുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ്. അടുത്ത ചേഞ്ച് ഇൻ സി ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഒ. അതായത് പി സി എന്ന് പറയുന്നതിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ആകുമ്പോൾ നമ്മൾ ഇതാണ് എന്താണ്, ഡെൽറ്റ വി സി ആണ്. ഡെൽറ്റ വി സി എന്ന് പറയുന്നത് ആർ സി ഇൻറ്റു ഐ സി ആണ്. ഇവിടെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് മാത്രം. സോ ദ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ വി സി ഇ ബൈ ആർ ഇൻറ്റു ഐ ബി ആണ്.
ഓക്കെ, റെപ്രസെന്റേഷൻസ് ആണ്, ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി. നെഗറ്റീവ് സൈൻ റെപ്രസെന്റ് ആസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ടിന് ഓപ്പോസിറ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത പവർ ഗെയിൻ, അതും അതേപോലെ തന്നെയാണ്. എ പി ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഇൻടു എ ബി ചെയ്താൽ കിട്ടുന്നത് പവർ ഗെയിൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആൻഡ് ട്രാൻസിസ്റ്റർ ഓസിലേറ്റർ. ഇപ്പൊ ഞാൻ നേരത്തെ ഇക്വേഷൻസും ഡെറിവേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് പ്രശ്നം ഓടിച്ചാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ചില ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ചാപ്റ്ററിൽ ഈ സർക്യൂട്ടുകൾ വരയ്ക്കാനും അതിന്റെ ഔട്ട്പുട്ട് വരയ്ക്കുക, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ അതൊക്കെയാണ് നമ്മളിതിൽ കാര്യമായിട്ട് പഠിച്ചു വെക്കുന്നത്. അപ്പൊ അതിൽ ഇവിടെയും ഇമ്പോർട്ടൻ്റ് ഈ ഒരു ഫിഗറാണ്, അതായത് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ ഫിഗർ. ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു പോർഷൻ ഓഫ് ഇൻപുട്ട് എന്തായിരിക്കും, ഔട്ട്പുട്ട് ആയിരിക്കും. അതായത് ഔട്ട്പുട്ടിന്റെ ഒരു പോർഷൻ നമ്മൾ എങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും, ഇൻപുട്ടിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. അത്തരം ആംപ്ലിഫയേഴ്സിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറയാം. അപ്പൊ ഔട്ട്പുട്ട് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഫീഡ്ബാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, so in an oscillator an AC output is produced with any external input signal. An oscillator is a device which is the output power is returned back to the input in phase with the starting power. അപ്പോൾ ഞാൻ പറഞ്ഞ കേസ് തന്നെയാണ്. ഓക്കെ, ഇതിനെ ഓസിലേറ്റർ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒന്നാണ്. ഇവിടെ നോക്കിയേ, ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ്. ആ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിന്റെ എന്ത് ചെയ്തു, നേരെ എടുത്തു, അതിനെ നേരെ തിരിച്ച് എങ്ങോട്ട് കൊടുത്തു, ഇൻപുട്ടിലേക്ക് തന്നെ കൊടുത്തു. ഇതാണ് ഇതിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പോസിറ്റീവ് ഫീഡ്ബാക്ക്. നമ്മൾ ഫേസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, നേരെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കണം. ദെൻ ഇത് നമ്മൾ ഇവിടെ ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ ചില സർക്യൂട്ടുകൾ LC ആകാം, RC ആകാം, അങ്ങനെയുള്ള നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഫീഡ്ബാക്ക് അച്ചീവ്ഡ് ബൈ ഇൻഡക്റ്റീവ് കപ്ലിംഗ്, LC അല്ലെങ്കിൽ RC നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കപ്ലിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ട്രാൻസിസ്റ്റർ അതില് നേരെ നീരും, ഇവിടെ നോക്കി ഇത് രണ്ടും എന്താണ്, നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഇപ്പൊ ട്രാൻസ്ഫോമേഴ്സിന്റെ ഒരു എൻഡ്, അപ്പോൾ ഈ ഒരു എൻഡ് നോക്കിയേ, ഇത് എങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഇൻപുട്ടിലേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഔട്ട്പുട്ടിലേക്ക് നോക്കി, ഇവിടെ ജസ്റ്റ് വേറെ നെറ്റ്വർക്കും കൂടി നോക്കിയേ, ഇതൊരു കോയിലാണ്, ഔട്ട്പുട്ടിലേക്ക് വന്നു വരുന്നത് ഒരു കോയിലാണ്. അപ്പൊ ഇവിടെ ജസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നോക്കി, ഒരു NPN ട്രാൻസിസ്റ്റർ, അതിലൊരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. ആ പോസിറ്റീവ് നേരെ ഇതിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് കൊടുക്കുക, ഈ ബേസിലേക്കാണ് കൊടുക്കുന്നത്. എന്തിലൂടെയാണ്, ത്രൂ എ കോയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ കോമൺ എമിറ്റർ ആണ്. ദെൻ ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു LC ഓസിലേറ്റർ കൊടുത്തു. ഇതൊരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും, വാരിയിങ് കപ്പാസിറ്റർ ആണ്. ഒരു LC ഓസിലേറ്റർ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ഇൻഡക്ടർ കൊടുത്തു. ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് വരുന്നത് എന്താണോ അത് തിരിച്ച് എങ്ങോട്ട് തന്നെ ഒരു ഭാഗം വരുന്നുണ്ട്, ഇൻപുട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കും. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു ഇൻഡക്റ്റീവ് കപ്ലിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. അതായത് ഇവിടെ T1 കണ്ടല്ലോ, T1 T2 ആണ് രണ്ട് കോയിൽ. അപ്പൊ T1 T2 T2 ഡാഷ്. ആ T1 നിന്നുള്ളത് എങ്ങോട്ടാണ്, നേരെ ഇൻപുട്ടിലേക്കാണ് വരുന്നത്. ഓക്കെ, T2 പോകുന്ന കറണ്ട് ഫ്ലോ നോക്കി, നേരെ സാധാരണ രീതിയിലുള്ള ഒരു കറണ്ട് ഫ്ലോ ആണ് ഉള്ളത്. ദെൻ the current increases x to y, x നിന്ന് y ലേക്ക് പോകുമ്പോൾ അവിടെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. Then coupling between T2 and T1 cases a current flow in the emitter current. അത് എമിറ്റർ കറന്റ് ഫ്ലോ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇവിടെ x ഡാഷ് y ഡാഷ് എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു ഓസിലേറ്റർ ആണ്. അപ്പോൾ ഓസിലേറ്റർ ആകുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അവിടെ LC ഓസിലേറ്റർ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ള LC ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി 1/2π√LC എന്ന് പറയാം. അപ്പൊ ഈ ജസ്റ്റ് ഈ നെറ്റ്വർക്ക് മാത്രം പഠിച്ചു വെക്കുക. നെറ്റ്വർക്ക് ആണ് നമുക്കിവിടെ ആവശ്യം. ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഓസിലേറ്റർ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ, എ പോർഷൻ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഗിവൺ ടു ദ ഇൻപുട്ട് വിത്തൗട്ട് ഫേസ് ചേഞ്ച്. ഓക്കെ, അതിന്റെ ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ശരിക്കും ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്.
ഇതുവരെ നമ്മൾ പറഞ്ഞത് ട്രാൻസിസ്റ്ററൊക്കെ വരുന്നത് അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചാണ്. അനലോഗ് ഇലക്ട്രോണിക്സ്. ഇനി നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. ബൈനറി ഇലക്ട്രോണിക്സ്. ബൈനറി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ, സീറോസ് ആൻഡ് വൺസ്. കമ്പ്യൂട്ടറിന് അറിയുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. ഒന്ന് ഓൺ സ്റ്റേറ്റ്, മറ്റൊന്ന് ഓഫ് സ്റ്റേറ്റ്. ഓൺ എന്ന് പറയുമ്പോൾ 1 എന്നും ഓഫ് എന്ന് പറയുമ്പോൾ 0. 0 മീൻസ് ലോ, 1 മീൻസ് ഹൈ. ഇത് മാത്രമേ ആർക്ക് അറിയുള്ളൂ? കമ്പ്യൂട്ടറിന് അറിയുള്ളൂ, ഒരു സിസ്റ്റത്തിന് അറിയുള്ളൂ. ബൈനറി നമ്പർ സിസ്റ്റമാണ് അല്ലെങ്കിൽ മെഷീൻ കോഡാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബ്രാഞ്ച് അതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്നത്. ഇതുവരെ നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സ് എന്നുള്ള പറഞ്ഞു. ഇനി ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ അതിന് നമുക്ക് പഠിക്കാനുള്ളത് ലോജിക് ഗേറ്റ്സ്, ഗേറ്റുകളെ കുറിച്ചാണ് പഠിക്കാൻ. ലോജിക് ഗേറ്റ്സ് നമുക്കറിയാലോ, ഓപ്പറേഷൻസ് അറിയാലോ, ആൻഡ് ഓപ്പറേഷൻ, ഓർ ഓപ്പറേഷൻ, നോട്ട് ഓപ്പറേഷൻ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അത് തന്നെ ഇവിടെ പറയുന്നു. അതിൻ്റെ സിമ്പിൾസും അതെന്താണ് എന്നുള്ളതുമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ രണ്ട് കാര്യങ്ങൾ. ആദ്യം സിഗ്നലിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അനലോഗ് ആയിരുന്ന സമയത്ത് നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു സൈൻ വേവ് പോലെ ഇങ്ങനെയാണ് നമ്മൾ അനലോഗ് സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ സ്ക്വയർ വേവ്സ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ക്വയർ വേവ്സ് ആയിട്ടായിരിക്കും ആ ഡിജിറ്റൽ സിഗ്നൽസ് ഒന്നുകിൽ ഹൈ അല്ലെങ്കിൽ ലോ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഡിജിറ്റൽ 0 and 1 എന്നുള്ളത് മാത്രമാണ് അവിടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഉള്ളത്, ഹൈ ലോ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 0 അല്ലെങ്കിൽ 1 ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് അതിന് നമുക്ക് ലോജിക് ഗേറ്റ്സ് എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ള ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 എണ്ണം പഠിക്കാനുണ്ട്. നോട്ട്, നാൻഡ്, ഓർ, ആൻഡ്, ഓർ, നാൻഡ്, നോട്ട്, ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ഓപ്പറേഷൻ നടത്തുന്ന ഗേറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോട്ട് ഗേറ്റ് എന്ന് വിളിക്കുന്നത്. കോംപ്ലിമെന്റ് ഓപ്പറേഷൻ പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരു സിമ്പിൾ 0 ആണ് കൊടുത്തതെങ്കിൽ അവിടെ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. 1 കൊടുത്തതെങ്കിൽ 0 ആയിരിക്കും. ഇങ്ങനെയുള്ള ഓപ്പറേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോംപ്ലിമെന്റ് ഓപ്പറേഷൻ എന്ന് വിളിക്കുക. ഇപ്പൊ നമ്മളൊരു സിഗ്നല്, ഇപ്പൊ ഇത് നോട്ട് ഗേറ്റിന്റെ സിമ്പിൾ ആണ്. നോട്ട് ഗേറ്റിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ഇവിടെ എ എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക y എന്ന് കൊടുക്കുകയാണെങ്കിൽ y = a ബാർ. ഇവിടെ എന്ത് കൊടുക്കും? അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പറേഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാവുക. അപ്പോ അതിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഇൻപുട്ട് ഔട്ട്പുട്ട് a by 0 1 1 0. അപ്പൊ ഇതിന്റെ സിമ്പിൾ ട്രൂത്ത് ടേബിൾ. ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചു വയ്ക്കാനുള്ളത്. ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഡീഷൻ ഓപ്പറേറ്ററിന് തുല്യമാണ്. ഓർ എ ഓർ ബി. ഇതിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. The output is 1, then either of the input or both the inputs are, അതായത് ഔട്ട്പുട്ട് 1 ആയിരിക്കും. either of 1 ഒരു ഇൻപുട്ടോ അല്ലെങ്കിൽ 2 ഇൻപുട്ടോ ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓർ ഓപ്പറേഷൻ എ ഓർ ബി, ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി, ഏതെങ്കിലും ഒന്ന് എന്താകാം? ഹൈ ആകാം. ഇവിടെ നമ്മൾ നോട്ട് ഗേറ്റിന്റെ കേസിൽ ഒരു ഇൻപുട്ടേ ഉണ്ടായിരുന്നു. ഇവിടെ എത്ര ഇൻപുട്ട് ഉണ്ട്? 2 ഇൻപുട്ടുകളുണ്ട്. എ ഓർ ബി എന്നുള്ള രീതിയിലാണ് അത് റെപ്രസെന്റ് ചെയ്യുക. സോ ഇറ്റ്സ് ഈക്വലൻ ടു ദ അഡീഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വരയ്ക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ് അതിന് വരയ്ക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ചാലും മതി. ഓക്കെ, ഇതുപോലെ നമ്മൾ വരയ്ക്കുക. സോ ഇവിടെ 2 ഇൻപുട്ട് എയും ബിയും. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y = a+b എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. a+b. 0 + 0 0, 0 + 1 1, 1 + 0 1, 1 + 1 1. കാരണം അവിടെ 2 എഴുതാത്ത 2 എന്ന് പറയുന്നത് ആർക്കറിയില്ല? കമ്പ്യൂട്ടറിന് അറിയില്ല. അത് ഹൈ ആണെന്ന് അറിയുള്ളൂ. 2 ഹൈ ആണെങ്കിലും ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്.
ട്രൂത്ത് ടേബിളും സിമ്പലുമാണ് നമ്മൾ പഠിച്ചു വയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ഗേറ്റിലേക്ക് പോവാം. ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാല് രണ്ട് ഇൻപുട്ടുകളും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എന്താവുള്ളൂ, ഹൈ ആവൂ. രണ്ട് ഇൻപുട്ടുകളും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവൂ. അതായത് മൾട്ടിപ്ലിക്കേഷൻ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, ആൻഡ് ഗേറ്റ് എന്ന് പറയാം. ആൻഡ് ഓപ്പറേഷൻ. അപ്പൊ ആൻഡ് ഗേറ്റ് ആണെങ്കിൽ അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഗേറ്റ് അവിടെയും രണ്ട് ഇൻപുട്ട് ഉണ്ട്, എ പ്ലസ്. സോ y ഈക്വൽ ടു എ ബി എന്നാണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇതിൽ വരുന്ന രണ്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എന്തുണ്ടാവുള്ളൂ, ഹൈ ഉണ്ടാവുള്ളൂ. അപ്പൊ 0 0 0 0 1 0 1 0 0 1 1 1. ഇപ്പൊ ഈ ട്രൂത്ത് ടേബിൾ അതിന്റെ സിമ്പൽ ഇതാണ് പഠിച്ചു വെക്കുന്നത്. ഓക്കെ. അപ്പൊ നോട്ട് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് ഓപ്പറേഷൻ ആണ്. ഒരു അവിടെ കൊടുക്കുന്ന ഇൻപുട്ട് ഏതാണോ അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നത്. ദെൻ ഓർ എന്ന് പറയുന്നത് അവിടെ എന്താണ്, അഡീഷന് തുല്യമാണെന്ന് നമുക്ക് പറയാം. അഡീഷൻ ഓപ്പറേഷൻ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. അവിടെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ദെൻ ആൻഡ് ആണെങ്കിൽ എന്താണ്, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ അല്ല കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അവിടെ എന്താണ്, രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എത്തുള്ളൂ, ഹൈ ഉള്ളൂ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ. ഇനി അടുത്തത് വരുന്നത് നോക്കിയേ, നാൻഡ്. ഇത് ശരിക്കും ആൻഡ് പ്ലസ് നോട്ടാണ്. ആൻഡ് പ്ലസ് നോട്ടാണ്. നമ്മൾ ഒരു ആൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്തു. ആ ആൻഡ് ഗേറ്റിനെ നേരെ ഒരു നോട്ട് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ എ ബി രണ്ട് ഇൻപുട്ട് ഉണ്ട്. ആൻഡിന്റെ പ്രത്യേകത എന്താണ്, രണ്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആണ്. അപ്പൊ ഇവിടെ y ഇവിടെ എ ബി ആണ് വരുന്നത്. ദെൻ അതിനെ കോംപ്ലിമെന്റ് ചെയ്യും. ഇപ്പൊ നോക്കിയേ, ആദ്യത്തെ കേസിൽ ആൻഡിന്റെ കേസിൽ ഈ ട്രൂത്ത് ടേബിൾ അവിടെ ഇരിക്കട്ടെ, നമ്മൾ 0 0. അപ്പൊ ആൻഡിന്റെ കേസിൽ വരുന്നതാണ് 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. ഇങ്ങനെയല്ല ആൻഡിന്റെ വരിക. ഇതിനെന്ത് ചെയ്തതാണ്, കോംപ്ലിമെന്റ് ചെയ്തു. അതല്ലേ ഇവിടെ 1 1 1 0 0 1 0 1 0 1 1 0. ഓക്കെ. അതാണ് ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഇത് രണ്ടും കൂടി ചേർത്താണ് നമ്മൾ എങ്ങനെ സിംബലൈസ് ചെയ്തിട്ടുള്ളത്. ഒരു ആൻഡ് ഗേറ്റ് വിളിച്ചു, ഇവിടെ ഒരു ബബിൾ ഇട്ട് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ നാൻഡ് ഗേറ്റ്. ഇതാണ് നമ്മുടെ നാൻഡ് ഗേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എ ബി y ഈക്വൽ ടു എ ബി ഓൾ പവർ ഓൾ കോംപ്ലിമെന്റ്. അതിന്റെ ട്രൂത്ത് ടേബിൾ പഠിച്ചു. അപ്പൊ അതിനെന്ത് അറിഞ്ഞാൽ മതി, ആൻഡിന്റെ ട്രൂത്ത് ടേബിൾ അറിഞ്ഞാൽ മതി. അതിന് കോംപ്ലിമെന്റ് ചെയ്താൽ കിട്ടുന്നത് എന്തോ അതാണ് നാൻഡിന്റെ ട്രൂത്ത് ടേബിൾ ഉണ്ടാവുന്നത്. ആദ്യത്തെ 3 പഠിച്ചാൽ ബാക്കി രണ്ടും നമുക്ക് ഈസി ആയിട്ട് അറിയാൻ സാധിക്കും. അടുത്ത് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. നോർ ഗേറ്റ് ആകുമ്പോൾ എന്താണ്, ഓർ പ്ലസ് നോട്ടാണ്. ഓർ പ്ലസ് നോട്ടാണ്. ഓക്കെ. ഓർ പ്ലസ് നോട്ട്, ഓർ ഗേറ്റ് പ്ലസ് നോട്ട് ഗേറ്റ്. അപ്പോ എ ബി ഇവിടെ എത്തുമ്പോ എന്താ വരിക, 1 അല്ല സോറി 0 1 1 1. താഴേക്ക് ഒന്നുകൂടിയിട്ട് 1 1 1. ദെൻ ഔട്ട്പുട്ട് എന്താ വരിക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടില്ല 1 0 0 0. ബാക്കിയൊക്കെ 0 ആയിരിക്കും. ദെൻ ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മൾ എങ്ങനെ വരയ്ക്കും, ഒരു ഓർ വരച്ച് അതിന് മുന്നിൽ ഒരു ബബിൾ ഇട്ടാൽ എന്തായി, നോർ ഗേറ്റ് ആയി. അപ്പോ എ ബി y ഈക്വൽ ടു എ പ്ലസ് ബി ഓൾ കോംപ്ലിമെന്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് 3 ഗേറ്റുകൾ. 2 നമുക്ക് ആ 3 വെച്ച് ഉണ്ടാക്കാം. ഇതില് ആൻഡിനെയും നോറിനെയും നമ്മൾ വിളിക്കുക യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കും. കാരണം എന്താ വെച്ചാൽ അത് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി ഗേറ്റ്സുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ ഈ ഗേറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഗേറ്റ് ആയിട്ടല്ല കിട്ടുക, അതൊക്കെ ICs ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആക്കുന്നത്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ICs. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അപ്പോൾ IC ചിപ്സ്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇപ്പോൾ എന്താണ്, ഒരുപാട് സർക്യൂട്ടുകൾ നമ്മളൊരു സിംഗിൾ
യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? IC ചിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ചിപ്പിൽ തന്നെ ഒരുപാട് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇറ്റ്സ് ആൾസോ എ സെമി കണ്ടക്ടർ ആണ്. ഓക്കെ, സിംഗിൾ ചിപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതിന്റെ പ്രത്യേകത നോക്കി, ഡിജിറ്റൽ ICസിന്റെ പ്രത്യേകതകൾ നമുക്ക് സ്മോൾ സ്കെയിൽ ഉണ്ട്, മീഡിയം സ്കെയിൽ ഉണ്ട്, ലാർജ് സ്കെയിൽ ഉണ്ട്, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ഉണ്ട്. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് സ്മോൾ സ്കെയിലാണ്. അപ്പോൾ അതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 10, അതായത് അതിനകത്തുണ്ടാകുന്ന സെമി കണ്ടക്ടർ ഡിവൈസുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി കൂടി, അതെന്താണ് മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷൻ, പിന്നെയോ അതിനേക്കാൾ കൂടി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ലോജിക് ഗേറ്റ്സ് എന്നും ഒക്കെ ഇതിനകത്തുണ്ടാകാം, ICക്ക് അകത്ത് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഡിജിറ്റൽ ICs എന്ന് പറയുന്ന ലോജിക് ഗേറ്റുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ICs നമ്മൾ ഡിജിറ്റൽ ICs എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനലോഗ് ICs ഉണ്ട്. അനലോഗ് ICs എന്ന് പറഞ്ഞാൽ അതിനകത്ത് ട്രാൻസിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡയോഡ്സ് ഒക്കെ ഉണ്ടാകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കാം? അനലോഗ് ICs എന്ന് വിളിക്കാം. അപ്പൊ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് കമ്പോണൻസിനെ ഒന്നിച്ച് ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നിനെയാണ് എന്ത് പറയാ? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, IC ചിപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അതെന്തുമായിട്ടാണ്? ലോജിക് ഗേറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയുന്ന രീതിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത് ഒന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാം. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അതൊന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പോൾ പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നല്ല. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക, കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക, ആ ഫിഗേഴ്സ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഇത് റിവിഷന് വേണ്ടിയിട്ട് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ടോപ്പിക്സ് നമുക്ക് അത്ര കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇതിൽ ട്രാൻസിസ്റ്ററിൻ്റെ ഭാഗം ഫോക്കസ് പോയിന്റിൽ ശരിക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് അത്ര ഫോക്കസ്ഡ് ആകണമെന്നില്ല. എന്നാലും എന്ത് ചെയ്യണം? നമ്മളത് പഠിച്ചു വെക്കണം. ഇനി ഹയർ സ്റ്റാൻഡേർഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒന്നാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.